Sacred Heart Higher Secondary School and CISCE Junior College, Changanasheri, which is run by Archdiocese of Changanasheri. Welcome, one and all, to the online teaching session. This is the sixth segment of UKG B. Let's move to the videos. Good morning, children. Good morning. We have already learned vowels. In vowels, first letter A, sound A. We learned that already. We learned that portion. Then today we are going to learn E. Sound A. Sound A. Sound of B. A. See the few words are given here. Few words are given here. Look here. Write E in the middle of the word. Sound of E. E. Tell me together. Then see the word net. Net means വല. കണ്ടോ? പിക്ചർ കൊടുത്തിട്ടുണ്ടോ വലയുടെ? ചെറിയ വലയ്ക്ക് പറയുന്ന പേരാണ് നെറ്റ്. Net. Which picture is there in middle there? Which letter is there middle? E. Can you see? Sound. Read. N sound enna? Sound of N. N. Net. Net. See, hen. Middle letter E. Sound read her n. Hen. Hen. See, this is 10. 10. Kata garu. 10. Sound of T. T. Sound of E. N. 10. T. N. 10. Then what is this? Then. സിംഹത്തിന്റെ ഗുഹ അല്ലേ? സിംഹത്തിന്റെ ഗുഹയ്ക്ക് പറയുന്ന പേരാണ് then. See. The middle letter E. Sound then pen. See, middle letter E. Read the word pen. കണ്ടോ? ഈ സൗണ്ട് ആണ് അല്ലേ? എ സൗണ്ട് ആണ് എല്ലായിടത്തും നടുക്ക് വന്നിരിക്കുന്നത്. ഈ എന്ന ലെറ്റർ ആണ് സൗണ്ട് പറയുമ്പോൾ നെറ്റ്. ടെൻ. കണ്ടോ? ഹെൻ. എച്ച് ഇവിടെ വന്നപ്പോൾ then the pen. No. N and E when it comes to the net. T and E comes to the ten. X and E comes to the hen. D and E comes to the then. P and E comes to the pen. Then some more words are here. Bet. No. Then short sound. Bet, get, pet, wet, bird, rat, bird, let, jet, let, met, set, bug, bird.
right. Pet. Pet. How many times you have to write this? 3 times. At least 3 times you can write here. Then again see W. Wet. Wet. Wet എന്ന് പറഞ്ഞാൽ നനയുക അല്ലേ? പെറ്റ് എന്ന് പറഞ്ഞാലോ? പെറ്റ് മീൻസ് കൊഞ്ചിക്കുക, ലാളിക്കുക. കേട്ടിട്ടില്ലേ പെറ്റ് ആനിമൽസ്? ഡു യു ഹിയർ അബൌട്ട് പെറ്റ് ആനിമൽസ്? വീട്ടിൽ നമ്മൾ കൊഞ്ചിച്ച് ലാളിച്ചൊക്കെ വളർത്തുന്ന മൃഗങ്ങളില്ലേ? ഏതൊക്കെയാ? ഡോഗ്, ക്യാറ്റ്, പെൻ, റാബിറ്റ്. അതെല്ലാം പെറ്റ് ആനിമൽസ്. All these animals are in the same group. Pet animals. അതാണ് pet. Pet. Then wet. Means നനയുക അല്ലേ? അത് മഴവെള്ളം വീണാകാം, പൈപ്പിലെ വെള്ളം വീണാകാം, എങ്ങനെയായാലും നമ്മൾ നനയുന്നതിന് പറയുന്ന പേരാണ് wet. W-E-T. സൗണ്ട് വെച്ച് വായിക്കുമ്പോൾ wet. Next word get. Get. Get means തരിക, കൊടുക്കുക, അല്ലെ കിട്ടുക. അതൊക്കെയാണ് get. Next bet. Bet. Bet എന്നാ? പന്തയം അല്ലേ? പന്തയം വെക്കത്തില്ലേ? പപ്പ എനിക്ക് വൈകിട്ട് മുട്ടായി കൊണ്ട് തരുവടാന്ന് പറഞ്ഞ് നമ്മൾ കുഞ്ഞുമാവയോട് പന്തയം വെക്കത്തില്ലേ? വെക്കുവോ? പപ്പ എനിക്ക് ബോളും ബാറ്റും വരുമ്പോൾ മേടിച്ചുകൊണ്ട് വരും. അവിടെ കുഞ്ഞുമാവ എന്നാ പറയും? ഇല്ലില്ലില്ല, ഇന്ന് ചേച്ചിക്ക് കൊണ്ടുവരത്തില്ല. അപ്പം നമ്മൾ എന്നാ പറയും? നീ ബെറ്റ് വെക്കുന്നുണ്ടോ? പിന്നെ അതിൻ്റെ അർത്ഥം എന്നാ? പന്തയം വെച്ചോ. പന്തയം. ബെറ്റിൻ്റെ അർത്ഥം എന്നാ? പന്തയം. നീ പന്തയം വെച്ചോ, എനിക്ക് പപ്പ കൊണ്ടുതരും എന്ന് നമ്മൾ പറയാലോ. അതാണ് ബെഡ്. Then bed. ബെഡ് എന്ന് പറഞ്ഞാൽ അവസാനം മെത്ത അല്ലേ? നമ്മൾ കിടക്കുന്ന കിടക്കയ്ക്ക് പറയുന്നതാണ്, മെത്തയ്ക്ക് പറയുന്ന പേരാണ് ബെഡ്. നെക്സ്റ്റ് വൺ റെഡ്. റെഡ് എന്നാ? കളർ അല്ലേ? നമ്മൾ പല കളർ പഠിച്ചിട്ടുണ്ട്. അതിനകത്തൊരു കളറാണ് എന്താ? വൺ കളർ ഈസ് name of the color is red. Next one bug. B-E-G. Bug. B-G. Sorry. B-G. Bug. Buggy means buggy എന്ന് പറഞ്ഞാൽ ചോദിച്ച് പുറകെ ഇങ്ങനെ നടക്കുന്നതിന് ചോദിക്കുന്നു. നമ്മൾ ബഗറെ കാണത്തില്ലേ വഴിയിലോട്ട് ഇറങ്ങുമ്പോൾ? അല്ലെ നമ്മുടെ ഗേറ്റിന്റെ ഭാഗത്ത് വന്ന് ബഗർ നിൽക്കത്തില്ലേ? അമ്മ വല്ലത് തരണേന്ന് പറഞ്ഞ്. അത് അങ്ങനെ ചോദിക്കുന്നതിന്, യാചിക്കുന്നതിന് പറയുന്ന പേരാണ് ബഗ്. നെക്സ്റ്റ് വേർഡ് ലെഗ്. ലെഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ കാല് അല്ലേ? ലെഗ് മീൻസ് കാല്. ഇത്രയും പഠിച്ചോ എല്ലാവരും? റെഡിയാണോ എഴുതി പഠിക്കാൻ? Are you ready to write and learn? Yes, of course you must write and learn in your rough book. Take your rough book and write and learn 3 times each word. You can write here. There is a space to write. Then again some more times you can take your rough book and write it. Same words. Here also 5 words are here. With those words you can write and learn, read and learn, read 10 times, write 5 times. I will show you one picture chart of story. One story will say picture chart is ready. Look here. കഥ കേട്ടാലോ? റെഡിയാണോ? എന്നാ മിസ് പറയാം. റെഡിയാ അല്ലേ? കേട്ടിരുന്നോളൂ. ഇത് പറയാൻ പോകുന്ന കാര്യങ്ങളുടെ പേരാണ് ടോക്കറ്റീവ്, ടോട്ടോയിസ്. ടോട്ടോയിസ് ആരാ? ടോക്കറ്റീവ് എന്ന് പറഞ്ഞാൽ സംസാരിക്കുക അല്ലേ? സംസാരിക്കുന്ന ആമ. Look here, see, here there is a lake. Lake എന്ന് പറഞ്ഞാൽ കുളം, തടാകം, ചെറിയൊരു കുളം. ഇവര് 2 swans and 1 tortoise were living there together. അങ്ങനെ അവർ they were living very happily. ഒത്തിരി സന്തോഷത്തോടെ ജീവിച്ചു. But one summer, what happened? When the summer came, the lake become dry. ആ കുളം പറ്റി തുടങ്ങി. വെള്ളം തീർന്ന്
മറുഭാഗത്തുണ്ട്. വി ആർ ഗോയിങ് ടു ലിവ് ദർ. ഞങ്ങൾ അവിടെ പോയി ജീവിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. പക്ഷേ അവർക്ക് വലിയ വിഷമമായി പോയി. ദേ കാൺ ലീവ് their friend. Who is their friend? Tortoise. They can't leave their friend alone there. ആ ടോട്ടോയെ തന്നെ അവിടെ ഇട്ടിട്ട് പോകാൻ അവർക്ക് വിഷമമായി. അപ്പോൾ അവരെന്ത് ചെയ്തു? They made a plan. അവരൊരു ബുദ്ധി അവർക്ക് തോന്നി. അവരാ ബുദ്ധി തോന്നി. അവരത് വന്ന് ഈ ആമയോട് പറയുവാണ്. കേട്ടോണേ, മിസ് വായിക്കാം. They came up with a plan to take the tortoise along. They made the tortoise bite the center of the stick and told it not to open its mouth. അവർ പറഞ്ഞു, ഞങ്ങൾ രണ്ടുപേരും കൂടി ഈ രണ്ടറ്റത്ത് ഒരു വടി കൊണ്ടുവരാം. We will bring a stick, then we will bite both sides. ഞങ്ങൾ രണ്ടുപേരും ഈ രണ്ട് സൈഡിലും പഠിച്ചു പിടിച്ചോണ്ട് പറന്നോളാം. നീ എന്ത് ചെയ്യണം? ആമ എന്ത് ചെയ്യണം? ആമ ഈ വടിയുടെ സെന്റർ ഭാഗത്ത് ഇങ്ങനെ പഠിച്ച് ഞാന്ന് കിടന്നോണം, തൂങ്ങി കിടന്നോണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഞങ്ങളും നിന്നെയും കൊണ്ട് പറക്കാം. We will fly along with you. എന്നിട്ട് എന്ത് സംഭവിച്ചു? The swan then held each end of the stick and flew the tortoise in between. ആമേനെ ഇങ്ങനെ നടുക്ക് തൂക്കി കമ്പൽ കടിച്ചു തൂങ്ങി കിടന്നോളാൻ പറഞ്ഞു. അങ്ങനെ ആമയെ വിളിച്ച് ഇവരെ പറക്കാൻ തുടങ്ങി. അപ്പോൾ എന്തോ സംഭവിച്ചു? People in the village along the way saw the tortoise flying and started shouting in wonder. ആമ ഇങ്ങനെ രണ്ട് പക്ഷികൾ കൂടി ആമയെ കടിച്ചെടുത്തുകൊണ്ട് പോകുന്ന കണ്ടപ്പം ഈ വില്ലേജേഴ്സ് കിടന്ന് ബഹളം വെച്ചു. അവർ കിടന്ന് ആണ്ട് പോകുന്ന ഒരു ആമേനെ കടിച്ചെടുത്തോണ്ട് ആണ്ട് സ്വാൻ പോകുന്നെന്ന് പറഞ്ഞ് അവരെ തമ്മി കാണിച്ചതായി കാണുന്നത് കേട്ടോ. അവര് വില്ലേജിലെ പിള്ളേരെല്ലാം കൂടെ ഒത്തു നിന്ന് ബഹളം വെച്ചു. അപ്പൊ എന്തോ ചെയ്തു? Hearing the noise from below the tortoise opened its mouth. Hearing the noise from below the tortoise opened its mouth. എന്നാ സംഭവിച്ചു? ഈ ശബ്ദം കേട്ട് ഈ വില്ലേജിലെ ആൾക്കാർ കടന്ന് ബഹളം വെക്കുന്നത് കേട്ട് ഈ ടോട്ടോയ്സ് താഴോട്ട് നോക്കിയപ്പോൾ അവനും വാ വിളിച്ചു. എന്തിനെ സംസാരിക്കാൻ വേണ്ടി വാ വിളിച്ചു. താഴെ കണ്ടിട്ട് ബഹളം വെക്കുന്നത് കണ്ടപ്പോൾ അപ്പോൾ എന്തോ സംഭവിച്ചു? അവൻ താഴെ പോയി. കണ്ടോ? അടുത്ത പടം നോക്കിക്കേ. See the next picture. രണ്ട് സ്വാനും കമ്പ് കൊത്തിയെടുത്തോണ്ട് പറന്നു പോവുക. പക്ഷെ ആരതിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി? ടോട്ടോയ്സ് അല്ലേ? അനുസരണക്കേട് കാണിച്ചു. അതുകൊണ്ടാണ്. പറഞ്ഞതനുസരിച്ചോ? ഇല്ല. അവൻ സ്വന്തം ഇഷ്ടത്തിന് ചലിക്കാൻ പോയി, വർത്താനം പറയാൻ പോയി. അതുകൊണ്ട് അവൻ താഴെ പോയി. ഇത് കണ്ടോ? ഫോളോ അഡ്വൈസ് ഓഫ് ഗുഡ് ഫ്രണ്ട്സ്. അതിൻ്റെ അർത്ഥം എന്നാണ്? നല്ല ഫ്രണ്ട്സ് പറഞ്ഞു തരുന്ന കാര്യങ്ങളെ നമ്മളെ അനുസരിക്കണം. നല്ല ഫ്രണ്ട്സ്, നല്ല കൂട്ടുകാർ, നല്ല ടീച്ചർ, അമ്മ, പപ്പ ഇതൊക്കെ പറഞ്ഞു തരുന്നവരാണ് നിങ്ങളുടെ നല്ല ഫ്രണ്ട്സ്. അവർ പറഞ്ഞു തരുന്ന കാര്യങ്ങളെ അനുസരിക്കണം. അതർവൈസ് ഇറ്റ് വിൽ ഹാപ്പൻ. കണ്ടോ? ഈ ടോട്ടോയ്സിന് സംഭവിച്ചതുപോലെ നമ്മൾ ചെന്ന് കുഴിച്ചാടും. മനസ്സിലായോ? പിന്നെ അടുത്തത് കണ്ടോ? മിസ് ചില സമയത്ത് ക്ലാസ്സിൽ ഉണ്ടായിരിക്കാൻ പറയത്തില്ലേ? അപ്പം ബഹളം വെക്കാതിരിക്കാൻ പറയത്തില്ലേ? അപ്പം ബഹളം വെച്ചാലോ അവർക്കോട്ട് ചിലപ്പോൾ അടി കിട്ടും, ചിലപ്പോൾ വഴക്ക് കിട്ടും, മറ്റും ചിലപ്പം പണിഷ്മെന്റ് കിട്ടും അല്ലേ? അങ്ങനെയുള്ള ചെറിയ ചെറിയ പണിഷ്മെന്റുകളൊക്കെ കിട്ടും. അതാണ് ഇവിടെ ഈ ടോട്ടോയ്സിന് അത് തന്നെയാണ് സംഭവിച്ചത്. ടോട്ടോയ്സ് അനുസരണക്കേട് കാണിച്ചു, അവനെ താഴെ പോയി. ഉണ്ടോ? അതാണ് പറയുന്നത്. പ്രായമുള്ളവരെ അല്ലെ മുതിർന്നവരെ അല്ലെ നല്ല ഗുഡ് ഫ്രണ്ട്സ്, നമ്മുടെ നല്ല കൂട്ടുകാരെ. നിങ്ങളുടെ നല്ല കൂട്ടുകാരാരാ? അമ്മയും പപ്പയല്ലേ? ടീച്ചറും അല്ലേ? അമ്മയും പപ്പയും ടീച്ചറും പറയാനൊക്കെ അനുസരിക്കുക. വീട്ടിലെ ചേച്ചിമാരുണ്ടെങ്കിൽ
പഠിക്കാം. കൂടാതെ മിസ് നല്ല ഒരു കഥയുമായിട്ടാണ് വന്നിരിക്കുന്നത്. കഥ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ? എന്നും നമ്മൾ കുറേ റൈമാണ് പഠിച്ചതല്ലേ? ഇന്ന് മിസ് നിങ്ങൾക്കൊരു കുഞ്ഞി കഥ പറഞ്ഞു തരാം. കേൾക്കണേ, ശരിക്കും കേൾക്കണം. അതിന് മുൻപായിട്ട് നമുക്ക് ഇത്തിരി പഠിക്കാം. പഠിച്ചാലോ? റെഡി? എല്ലാവരും പുസ്തകം എടുത്തേ. പുസ്തകം തുറന്നു പിടിച്ചോ. ആദ്യം നമുക്ക് പഠിക്കാം. നമ്മൾ ആദ്യം പഠിച്ച സ്വരാക്ഷരം ഏതാ? ആ. ആ എന്ന സ്വരാക്ഷരത്തിന് പ്രത്യേകിച്ച് ചിഹ്നങ്ങളൊന്നും കൊടുക്കാനില്ല. ആയ്ക്ക് പകരം ചിഹ്നം വല്ലതുമുണ്ടോ? ഇല്ല. അത് കഴിഞ്ഞ് രണ്ടാമത്തെ അക്ഷരം ആ. ആ എന്ന അക്ഷരത്തിന് നമ്മൾ കൊടുത്ത ചിഹ്നമാണ് ദീർഘം. മിസ് ബോർഡിൽ എഴുതി കാണിക്കാം. ആയിക്ക് ചിഹ്നമൊന്നും ഇല്ല. ആ എന്ന സ്വരാക്ഷരത്തിന് പകരം ഒരു ചിഹ്നവും ഉപയോഗിക്കുന്നില്ല. ഇനി അടുത്ത സ്വരാക്ഷരം ഏതാ? ആ. ഉണ്ടോ? ആയിക്ക് പകരം നമ്മൾ കൊടുക്കുന്ന ചിഹ്നം ഏതാ? ഏതാ പറഞ്ഞേ? ദീർഘം അല്ലേ? ആയിക്ക് പകരം കൊടുക്കേണ്ട ചിഹ്നം ദീർഘം. ഇനി അടുത്ത സ്വരാക്ഷരം ഏതാ? ഈ. ഈ എന്ന സ്വരാക്ഷരത്തിന് പകരം നമ്മൾ കൊടുക്കുന്ന ചിഹ്നം വള്ളി അല്ലേ? ഈക്ക് പകരം കൊടുക്കുന്ന ചിഹ്നം ഏതാ? ഈ എഴുതി കുറിപ്പിട്ടപ്പം ഈയാണ്. ഈക്ക് പകരം നൽകുന്ന ചിഹ്നം ഏതാ? പറഞ്ഞേ. ചുറ്റിക്കെട്ടിയ വള്ളി. ഊവിന് പകരമോ? കുരിപ്പൻ. ഊ എന്ന സ്വരാക്ഷരത്തിന് പകരം നമ്മൾ കൊടുക്കുന്ന ചിഹ്നമാണ് കുരിപ്പൻ. കണ്ടോ? കണ്ടോ എല്ലാവരും? ഇത്രയും പഠിച്ചു അല്ലേ? ഇനിയും അത് ഉപയോഗിച്ചുള്ള വാക്കുകളും കൂടി ഒന്ന് നോക്കാം. മിസ് കഴിഞ്ഞ ദിവസം മോഡലൊക്കെ കാണിച്ചല്ലോ, പടം പിക്ചർ ചാർട്ട് കാണിച്ചില്ലേ? ഇന്ന് നമുക്ക് പുസ്തകത്തിലൂടെ തന്നെ കടന്നു പോകാം. വായിച്ചേ. ആ. അപ്പം, അട, അരി, അരണം. ആ ഉപയോഗിച്ചുള്ള ആ എന്ന സ്വരാക്ഷരം ഉപയോഗിച്ച് എഴുതാൻ പറ്റിയ 3 വാക്കുകളാണ് അപ്പം, അട, അരി, അരണം. ഈ 3 അക്ഷരത്തിൻ്റെയും ഫസ്റ്റ് ലെറ്റർ ഏതാ? ആദ്യത്തെ അക്ഷരം സർക്കിൾ ചെയ്യാൻ പറഞ്ഞ ആദ്യത്തെ അക്ഷരം ഏതാന്ന് ചോദിച്ചാൽ എന്ത് പറയും? ആ എന്ന് പറയും അല്ലേ? ഇനി ആയി തുടങ്ങുന്ന വാക്കുകൾ പറയാൻ പറഞ്ഞാൽ അല്ലെ എഴുതാൻ പറഞ്ഞാൽ എഴുതാൻ റെഡി ആകണം. ഏത്? അപ്പോൾ ഇപ്പോൾ എഴുതാൻ പഠിക്കണ്ട കേട്ടോ. കാരണം അതിപ്പായാണ് അതിൽ വരുന്നത്. നമ്മളിപ്പോൾ പഠിച്ചിട്ടില്ല, പിന്നെ പഠിപ്പിക്കാം. അട, അരി, അരണം. ഇനി ആ എന്ന സ്വരാക്ഷരം നോക്കിക്കേ. അതിന് പകരം നമ്മൾ കൊടുക്കേണ്ട ചിഹ്നം ദീർഘം. ആ എന്ന അക്ഷരം ഉപയോഗിച്ചുള്ള 3 വാക്കുകളാണ് ആമ, ആട്. ആമ, ആട്. ആടിന് കണ്ടോ ഡാ എഴുതി ചന്ദ്രക്കല കൊടുത്തിട്ടുണ്ട്. ഈ ചിഹ്നം നമ്മൾ പഠിച്ചിട്ടില്ല, എന്നാലും ഒന്ന് ഇടാൻ ശ്രമിക്കണം. ആട്, ആമ, ആട്. ഇത് കണ്ടോ? ആയുടെ ചിഹ്നം. ആയ്ക്ക് പകരം നിൽക്കുന്ന ദീർഘം ഉപയോഗിച്ച് നമ്മൾ എഴുതിയേക്കുന്നുണ്ടോ? ആകാശം. കായ്ക്ക് ദീർഘം കൊടുത്തപ്പോൾ എങ്ങനെ വായിച്ചു? കാ. ഇനി അടുത്ത അക്ഷരത്തിലേക്ക് പോകാം. ഈ. ഈക്ക് പകരം നിൽക്കുന്ന ചിഹ്നം വള്ളി അല്ലേ? 3 വാക്കുകൾ ഏതൊക്കെയാ? ഇല, ഇമ. 2 വാക്കേ ഉള്ളൂ. ഇല, ഇമ. ഇതൾ, ഇഞ്ചി. ഇതൾ മിസ് കാണിച്ചതല്ലേ? പൂവിൻ്റെ ഇതൾ ഓർക്കുന്നുണ്ടോ? പെറ്റൽസ് കാണിച്ചതാണ്. ഇഞ്ചി നമുക്കറിയാം, അമ്മ കറിക്കെടുക്കുന്ന സാധനം, അരച്ചിക്കറി, മീൻകറിയൊക്കെ വെക്കാൻ അല്ലേ? അപ്പം ഇത് രണ്ടും പഠിച്ചാൽ മതി. ഇല, ഇമ. ഇമ എന്തിനാ പഠിച്ചേ? കൺപീലി അല്ലേ? ഇനി ഈക്ക് പകരം കൊടുക്കുന്ന ഈക്ക് പകരം കൊടുക്കുന്ന ചിഹ്നം വള്ളി. ആ വള്ളി ഉപയോഗിച്ചൊരു വാക്കാണ് ഇഞ്ചി. ഇഞ്ചി. ഇനിയും ഈ എന്ന അക്ഷരം ഉപയോഗിച്ചുള്ള ഒരു വാക്ക്. ഈക്ക് പകരം കൊടുക്കുന്ന ചിഹ്നം ചുറ്റിക്കെട്ടിയ വള്ളി. അത് ഉപയോഗിച്ചുള്ള വാക്കുകൾ പറഞ്ഞേ. ഈ എന്ന സ്വരാക്ഷരം ഉപയോഗിച്ചുള്ള വാക്കുകൾ പറഞ്ഞേ. ഈച്ച, ഈറ്റ, ഈണം,
ഈന്തപ്പഴം. കണ്ടോ? ഈച്ച, അതിനകത്ത് ഇച്ച വരുന്നത് നമ്മൾ പഠിച്ചിട്ടില്ല, അതുകൊണ്ട് ഇപ്പം അത് വേണ്ട. ഈറ്റ എഴുതാൻ പറ്റും അല്ലേ? ഈറ്റ 2 റ അടുപ്പിച്ചെഴുതുമ്പോൾ ഈറ്റയായി. ഇറ്റയായി 2 റ അടുപ്പിച്ചെഴുതുമ്പോൾ ഇറ്റ. അത് കൂട്ടി വായിക്കുമ്പോൾ ഈറ്റ. കണ്ടോ? ഈണം, ഈണം. എന്ന സ്വര അക്ഷരത്തിന് പകരം കൊടുക്കേണ്ട ചിഹ്നമാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന 0. എഴുതി 0 ഇട്ടപ്പോൾ ണം, ഈണം. അടുത്ത വാക്ക് ഈന്തപ്പഴം. നമ്മൾ പഠിച്ചിട്ടില്ല, ഇന്തായി ഉപ്പായി ഒന്നും പഠിച്ചിട്ടില്ല, അതുകൊണ്ട് ഈന്തപ്പഴം കാണുമ്പോൾ പടം കണ്ട് മനസ്സിലാക്കിയാൽ മാത്രം മതി. ഇപ്പം എഴുതി പഠിക്കേണ്ട. അടുത്ത അക്ഷരം ഏതാ? പൂ. പൂവിന് പകരം കൊടുക്കേണ്ട ചിഹ്നമാണ് ഏത്? കുനിപ്പ്. പൂവിന് പകരം കൊടുക്കേണ്ട ചിഹ്നം കുനിപ്പ് അല്ലേ? പൂ കൂട്ടി 4 വാക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാ? ഉടുക്ക്, ഉരൽ, ഉദയം, ഉറുമ്പൻ. ഉടുക്ക്, ഉരൽ, ഉദയം, ഉറുമ്പൻ. ഉരൽ എന്നാന്നാ ഞാൻ പറഞ്ഞേ? അരി, കാപ്പിപ്പൊടി, കാപ്പിക്കുരു ഒക്കെ പൊടിക്കാൻ ഉപയോഗിക്കുന്ന കല്ലുകൊണ്ടുള്ള ഒരു സാധനം, മിക്സിക്ക് പകരമുള്ള സാധനമാണ് ഉരൽ. പിന്നെ ഉദയം എന്നതാ? ഉദയം ഉദിച്ചു വരിക. സൂര്യൻ രാവിലെ ഉദിച്ചു വരുന്നതിന് തന്നെ പറയുന്നത് സൂര്യോദയം. അങ്ങനെ ഉദിച്ചു വരുന്നതിന് പറയുന്നതാണ് ഉദയം. ഉറുമ്പൻ, നമ്മളെല്ലാം ഉറുമ്പിന്റെ കടി കൊണ്ടിട്ടുണ്ടല്ലേ, നമുക്കറിയാം ഉറുമ്പൻ. പിന്നെ ഉടുക്ക്. ഉടുക്ക് എന്നതാ? ഒരു വാദ്യോപകരണമാണ് ഉടുക്ക്. അതുപോലെ തന്നെ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ആണ്, അതായത് വാദ്യോപകരണമാണ് ഉടുക്ക്. അപ്പം ഉടുക്കിനകത്തും ഇക്ക ചന്ദ്രക്കല, ഇക്ക നമ്മൾ പഠിച്ചില്ല, അതുകൊണ്ട് ഇപ്പം വേണ്ട. ഉറുമ്പിനകത്ത് ഇമ്പ പഠിച്ചിട്ടില്ല, അതുകൊണ്ടിപ്പം അത് രണ്ടും എഴുതി പഠിക്കേണ്ട. ഉരലിനകത്ത് ഇല്ല് നമ്മൾ പഠിച്ചിട്ടില്ല, പക്ഷെ താ എഴുതി മുകളിലോട്ട് പോകുമ്പോൾ ഇൽ ആകും. അതുകൊണ്ട് ഉദയം, ഉരൽ, ഉറി, ഉമ, ആ 2 വാക്കുകളും കൂടി പുതുതായിട്ട് പഠിച്ചുകൊള്ളുക. റെഡിയാ അല്ലേ? മിസ് പറയട്ടെ? പുസ്തകം അടച്ചിട്ട്. പക്ഷെ അതിന് മുന്നേ മിസ് കഴിഞ്ഞ ആഴ്ച ഒരു ഹോംവർക്ക് തന്നിട്ടുണ്ടായിരുന്നല്ലോ, അത് കണ്ടില്ലല്ലോ. നിങ്ങളുടെ വീട്ടിലെ ന്യൂസ് പേപ്പർ എടുക്കണം, പത്രം എടുക്കണം, അതിൽ പോയി ചിഹ്നം ചേർത്തുള്ള ചെറിയ ചെറിയ വാക്കുകളോ അല്ലെ അങ്ങനെ ചിഹ്നം ചേർത്തുള്ള അക്ഷരങ്ങളോ ഒക്കെ കണ്ട്. നമ്മൾ 4 ചിഹ്നമേ പഠിച്ചുള്ളൂ. ദീർഘം,
വള്ളി, ചുറ്റിക്കെട്ടിയ വള്ളി, കുരിപ്പൻ. ഇത്രയും കാര്യങ്ങൾ ചേർത്തുള്ള എന്തെങ്കിലും വാക്കുകളോ അല്ലെ അക്ഷരങ്ങളോ ഒക്കെ കണ്ടാൽ, വ്യഞ്ജനാക്ഷരത്തിൻ്റെ കൂടി ചിഹ്നം ചേർത്ത് കണ്ടാലോ ഒക്കെ നിങ്ങളത് സർക്കിൾ ചെയ്യണം, മിസ്സിനെ കാണിക്കണമെന്ന് പറഞ്ഞിട്ട് മിസ്സ് കണ്ടില്ലല്ലോ ആരുടെയും ഫോട്ടോ ഒന്നും. അതുപോലെ തന്നെ മിസ്സ് പറഞ്ഞായിരുന്നല്ലോ എല്ലാ വ്യഞ്ജനാക്ഷരത്തിൻ്റെയും കൂടെ ഈ 4 ചിഹ്നം ചേർത്തൊന്ന് എഴുതി നോക്കാൻ. അതും മിസ്സ് കണ്ടില്ല കേട്ടോ. എന്താ മടി പിടിച്ചോ? എല്ലാവരും എഴുതണം. ഈ 4 ചിഹ്നം എഴുതണം. 4 ചിഹ്നം ഉപയോഗിച്ച് വ്യഞ്ജനാക്ഷരങ്ങൾ എഴുതി നോക്കണം. കായ്ക്ക് കൊടുക്കുമ്പോൾ നമ്മൾ പറഞ്ഞ് കാ വായിക്കണ കാ, അങ്ങനെ സ്വരം ചേർത്ത് വായിക്കണം. ഈ 4 ചിഹ്നം ഉപയോഗിച്ച് മിസ്സിനെ എഴുതി കാണിക്കണം കേട്ടോ. ഇവിടെ എന്നാ മിസ് കഥ പറയാം. ഇപ്പൊ ഏത് കാലമായത്? മഴക്കാലമാണോ വേനൽക്കാലമാണോ? ഏത് കാലമാ? മഴക്കാലമാണ് അല്ലേ? മഴക്കാലമല്ലേ? മഴക്കാലമാണ്. മഴക്കാലമാകുമ്പോ എന്താ അതിന്റെ പ്രത്യേകത? ഒത്തിരി ശക്തമായിട്ട് മഴ പെയ്യും. നമ്മുടെ വീടിന് ചുറ്റും മിക്കവാറും വെള്ളമൊക്കെ കാണും. ഏറ്റവും കുറഞ്ഞ മിറ്റത്താണേലും മഴ സമയത്ത് നമുക്ക് കാണാം വെള്ളം കുത്തി ഒഴുകി പോകുന്നത് കാണാം. അതുപോലെ തന്നെ ഈ വെള്ളം ചെന്ന് എവിടെ ചാടും? തോട്ടിൽ ചെന്ന് ചാടും. അരുവിയിലും തോട്ടിലും പുഴയിലും ഒക്കെ ചെന്നത് ചാടും. ഈ വെള്ളം പോയി ചാടും. അങ്ങനെ വലിയ വെള്ളപ്പൊക്കം നമുക്ക് കാണാം മഴയത്ത് അല്ലേ? എവിടെ TV ഓണാക്കിയാൽ അതിനകത്ത് കാണാം, മഴയെക്കുറിച്ച് കാണാം. ന്യൂസ് പേപ്പർ എടുത്ത് അതിൽ കാണാം. അങ്ങനെ നമുക്ക് ചുറ്റും എപ്പോഴും വെള്ളം ഇഷ്ടം പോലുള്ള ഒരു സമയമായത്. ഈ സമയത്ത് എന്ത് ചെയ്യും? മീനുകൾ ഇങ്ങനെ തത്തിക്കളിച്ച് ഓടിപ്പോവും. ഓടി എവിടെ ചെല്ലും? അവരെ അമ്മയെ അനുസരിക്കാത്ത മീനുകളൊക്കെ പോയി ആരുടെയിലും വലയിലോ ചൂണ്ടയിലോ പോയി കയറും. മിസ് അങ്ങനത്തെ ഒരു കുഞ്ഞു മീനിൻ്റെ കഥ എന്ന് പറയും. ഒരമ്മ മീനിന് 4 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. എത്ര കുഞ്ഞുങ്ങളുണ്ട്? 4 കുഞ്ഞുങ്ങൾ. ഈ 4 പേര് 3 പേരും അമ്മയെ അനുസരിക്കും. അമ്മ പറയും, ഞാൻ ഇന്ന് പോയി തീറ്റ തേടി വരാം, നിങ്ങൾ ഇവിടെ ഈ പോച്ചക്കകത്ത് ഒളിച്ചിരുന്നോണം, ആര് വരുമ്പോൾ ഇറങ്ങി നോക്കരുത് എന്ന് പറഞ്ഞമ്മ അവരെ നല്ല പോളയൊക്കെ തിങ്ങി കിടക്കുന്ന ഒരു പോച്ചയുള്ള സ്ഥലം, പുല്ലുള്ള സ്ഥലം കാണിച്ചു കൊടുത്തിട്ട് അമ്മ അവിടെ ഇരുത്തിയിട്ട് എന്തിനു പോകും? ഈ 4 പേർക്കും തീറ്റ വേണ്ടേ? വിശപ്പില്ലേ? അതിന് തീറ്റ തേടിക്കൊണ്ട് വരാൻ, ഭക്ഷണം കണ്ടുപിടിച്ചുകൊണ്ട് വരാനായിട്ട് പോയി. അങ്ങനെ എല്ലാ ദിവസവും അമ്മ പോകും. അന്നത്തെ ദിവസവും അമ്മ പോയപ്പോൾ എന്ത് പറഞ്ഞു? ഇവിടെ ഇരുന്നോണം, ആരും വരുമ്പോൾ പുറത്തിറങ്ങി നോക്കരുത്, ഞാനിപ്പോൾ തന്നെ നിങ്ങൾക്ക് വേണ്ട ഭക്ഷണം ശേഖരിച്ച് തിരിച്ചു വരാം എന്ന് അമ്മ പറഞ്ഞു. അപ്പം അതിൽ 4 പേരിൽ 3 പേരും ശരി പറഞ്ഞു. അമ്മയ്ക്ക് ബൈ കൊടുത്തു. അമ്മ പോയി. ഒരാൾ മാത്രം അത്ര ഇഷ്ടപ്പെട്ടില്ല. അമ്മ അവിടെ ഇരുത്തിയിട്ട് പോയത്. അവനെ തുള്ളി കളിക്കാൻ വിടാനതിൻ്റെ ദേഷ്യവും അരിശവും ഒക്കെ കാണിച്ചു. അവൻ എന്ത് പറഞ്ഞു? അവൻ വെറുത്തു. ഞാനും അമ്മയെ പോലെ വലുതായി, എനിക്കും പറ്റും പുറത്തിറങ്ങാനും വെള്ളത്തിൽ കൊണ്ട് ഓടി നടക്കാനും തീറ്റ കണ്ടുപിടിക്കാനും ഒക്കെ എന്നെ കൊണ്ടും പറ്റും എന്നും പറഞ്ഞ് അവൻ തൻ്റെ ഇടം കാണിച്ചു, അനുസരണക്കേട് കാണിച്ചു. അതിൻ്റെ ഫലമോ അവൻ മറ്റ് 3 പേരെയും വിട്ടിട്ട് അവൻ ഒറ്റയ്ക്ക് ദൂരെ മുന്നോട്ട് ഓടിപ്പോയി. അവന് നല്ല രസം തോന്നി അങ്ങനെ ഓടിപ്പോകാൻ. അവൻ പോയി. ലാസ്റ്റ് എന്ത് സംഭവിച്ചു? ഒരു പമ്മിയിരുന്ന ഒരു ചൂണ്ടക്കാരൻ ചൂണ്ടയിടുന്നുണ്ടായിരുന്നു ഒരു പുഴയുടെ തീരത്ത്. അവൻ ചെന്ന്, വിശക്കുമില്ല, അവന് വിശക്കുന്നുണ്ടല്ലേ. അപ്പോൾ നോക്കിയപ്പോൾ ഇത് ചൂണ്ടയാണെന്നും അവന് മനസ്സിലാവാൻ നോക്കിയപ്പോൾ തീറ്റ കിടന്ന് ഇങ്ങനെ അനങ്ങുന്നു. ഭക്ഷണസ്ഥാനം കിടന്ന് അനങ്ങുന്നു. അവനത് വിലയാണോ പുഴുവാണോ അല്ലെ അത് ചൂണ്ട കൊളുത്തിയേക്കുന്നതൊന്നും മനസ്സിലായില്ല. അതൊന്നും മനസ്സിലാകാനുള്ള കഴിവ് അവനില്ലായിരുന്നു. അവൻ എന്ത് ചെയ്തു? ഓടിപ്പോയത് ചാടി അവനെ പിടിച്ചു. അതിൻ്റെ ഫലം എന്ത് സംഭവിച്ചു? ആ തീറ്റയ്ക്കുള്ളിൽ മറഞ്ഞിരുന്ന ചൂണ്ടയിൽ അവൻ കുരുങ്ങി. അവൻ്റെ വായ്ക്കകത്ത് ചൂണ്ട കുരുങ്ങി. അവസാനം അയാൾ വലിച്ചു പുറത്തെടുത്തു. അവനെ കൊണ്ടുപോയി വിറ്റു, പൈസ ഉണ്ടാക്കി. അവൻ എന്താ അവിടെ കാണിച്ചു കൂട്ടിയത്?
അനുസരണക്കേട് അല്ലേ? അമ്മയെ അനുസരിക്കാത്തതിൻ്റെ മറ്റു 3 പേരും ആപത്തിൽപ്പെട്ടോ? ഇല്ല. മറ്റു 3 കുഞ്ഞു മീനുകളും അമ്മയെ അനുസരിച്ച് അമ്മ കാണിച്ചു കൊടുത്ത ആ പോച്ചയ്ക്കുള്ളിൽ, ആ പോളയ്ക്കുള്ളിൽ ഒതുങ്ങിയിരുന്നു, പമ്മിയിരുന്നു. അമ്മ തിരിച്ചു വരുന്നത് വരെ അമ്മയ്ക്ക് ഈ ഒരാളെ നഷ്ടപ്പെട്ടു. അനുസരണക്കേടിൻ്റെ ഫലം അല്ലേ? അതുപോലെ നമുക്ക് ചുറ്റും വെള്ളമുണ്ടല്ലേ? നമ്മുടെ പറമ്പിലാണേലും ചിലപ്പോൾ ഇച്ചിരി മണ്ണൊക്കെ എടുത്ത കുഴിയൊക്കെ കാണും. അതിനകത്ത് ഇഷ്ടംപോലെ വെള്ളം കാണും. അതിലൊന്നും ആരും ചാടിക്കളിക്കാൻ ഇറങ്ങി പോകരുത് കേട്ടോ. പോയാൽ തെന്നി അടിച്ച് വീഴും, ദേഹമെല്ലാം ചെള്ളയായി പോകും. പിന്നെ കൂടാതെ പനിയും ചുമയും ഒക്കെ വരും. വെള്ളം വീണ് തല നനഞ്ഞാൽ. അതുകൊണ്ട് ആരും അമ്മയുടെ കൂടെ അല്ലാതെ ഒരു കാര്യത്തിനും പുറത്തോട്ട് ഇറങ്ങണ്ട കേട്ടോ. എല്ലാവരും വീട്ടിനുള്ളിൽ സേഫായിട്ട് ഇരുന്നാൽ മതി. അമ്മയെ അനുസരിക്കുന്ന, ടീച്ചറിനെ അനുസരിക്കുന്ന, പപ്പേനെ അനുസരിക്കുന്ന നല്ല കുഞ്ഞുങ്ങളായിട്ട് വളരണം. അതാണ് ഈ കഥയുടെ സാരാംശം. ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും കഥ? ഇഷ്ടമായോ? ഇഷ്ടപ്പെട്ടു അല്ലേ? എങ്കിൽ നമുക്കിന്ന് നിർത്തിയാലോ? ശരി, ഓക്കെ, ബൈ. ഹായ് മക്കളെ, ഗുഡ് മോർണിംഗ്. Good morning, very good. All are fine? Yes. Then we have already learned, in EVS we have already learned good habits. Are you doing all the activity at home in your daily routine? ചെയ്യുന്നുണ്ടോ? Are you doing? Do you know what are the activity we have learned? Brush our teeth twice a day. അല്ലേ? Then wash our hands before and after eating meals. Take bath every day. Do exercise. Then go to school. Study well. All these activities. Are you doing? Are you doing? Okay. Yes. Of course you are doing. Then today we are going to learn some more activity. The name of the chapter, I keep my home clean. I keep my home clean. Do you know what is it? ഞാൻ എൻ്റെ വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കും. ഞാൻ എൻ്റെ വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കും അല്ലേ? In previous class we learned clean, how to clean ourselves. How to clean ourselves. നമ്മൾ എങ്ങനെ സ്വയം ക്ലീൻ ആകണം. ബ്രഷ് ഔട്ട് ടീത്ത് ട്വൈസ് എ ഡേ അല്ലേ? അപ്പോൾ വാ ക്ലീനായി. ടേക്ക് ബാത്ത് എവറി ഡേ. അപ്പോൾ ബോഡി ക്ലീനായി. ആൻഡ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഈറ്റിംഗ് വി ഹാവ് ടു വാഷ് അവർ ഹാൻഡ്സ്. അപ്പോൾ കൈ വൃത്തിയായി. ട്രിം യുവർ നെയിൽ റെഗുലർലി. അപ്പോൾ നഖം വൃത്തിയായി. അങ്ങനെ വി ഓൾറെഡി ലേൺ സോ മെനി തിങ്സ്. Today we are going to learn keep my home clean. എൻ്റെ വീടും പരിസരവും ഞാൻ വൃത്തിയായി സൂക്ഷിക്കും. How you have any idea? Have you any idea? We are watching every day. Our mummy is sweeping inside the rooms. All the rooms are sweeping, kitchen is sweeping, then around the house, courtyard is sweeping. Have you seen? Yes, of course. At least once in a week, mummy will do that. Second one, I help my parents to clean the room. Mummy is sweeping now. The small size plastic broom is available there in the market. Tell mummy to buy and give one. Now all are at home now. You can at least one room you can sweep. You can sweep at least one room with a small plastic broom. Then mummy can do another rooms. Ready? Then when mummy is mopping the room, you can mop at least one room now. Once in a week, no need to every day. Once in a week, at least one room you can mop and help mummy. Then third one, I keep everything ready for school. ഞാൻ സ്കൂളിൽ പോകാനുള്ള സാധനങ്ങളെല്ലാം വൃത്തിയായിട്ട് വയ്ക്കും. എങ്ങനെ? When you get up, you can, according to the timetable, you can
take the books and keep in the bag. Then take your lunch box. When mummy is filling the lunch box and snacks box and water bottle, you can carry all these things and keep in your bag. Understood? Then that way you can help your mummy. Then dress also you can wear yourself. Socks you can wear. Then take your shoe from the shoe racket, you can take it and wear yourself. Such a way you can help your mummy and daddy. Understood? Then one more another thing, I put waste in the dustbin. ഞാൻ വേസ്റ്റ് എല്ലാം എടുത്ത് ഡസ്റ്റ്ബിനിൽ കൊണ്ട് ഇടും. എന്നാ വേസ്റ്റ് നമ്മുടെ വീട്ടിലിരിക്കുന്നത്? എന്നാ വേസ്റ്റ് ഇരിക്കുന്ന വീട്ടില്? You eat chocolate, the wrapper of the chocolate wrapper, apodi cover, you can keep in the dustbin. Don't throw anywhere. Then after peeling the you will peel and eat banana, no? That particle waste toli. After peeling you get a waste of the one portion. That waste you can keep in the waste basket. Then morning and evening usually you come out of the house now. When you come out of the house, there in the courtyard there will be dry leaves, piece of paper, and like that small useless things will be you can find. Then you take one dustbin or kotta, you can take it and keep in the, pick it and bring it and keep nearby you and collect it and keep all the things, waste materials in the basket. Understood? Then when the mummy is gardening, or you can pour water. When she is gardening, you can pour water evening time. When she will pluck the grass from the garden, you can collect it and keep in the dustbin. No need to pluck. When she is plucking, you can collect it and keep in the dustbin. Like that, such as small things you can do. Understood all of you? Then Miss will show you the picture. There is a picture in our lesson. Look here. See at the picture. Bed sheet is folded and kept. Pillow is kept in order. See in another picture, I help my parents to clean the room. See, that boy is mopping. Look here. Then another picture, I keep everything ready for school. How? See, he is keeping everything in his bag. He is keeping himself everything in his bag and helping the mother. See another one, I put waste in the dustbin. See, that child is doing. She is keeping the waste in the dustbin. See, I take care of plants. ചെടിയെ സംരക്ഷിക്കുന്ന കണ്ടോ? നമ്മൾ എന്നാ എടുക്കും? തോട്ടത്തിലോട്ട് ഇറങ്ങിയ പൂ പറിച്ചെല്ലാം പിച്ചി ഇതിലെല്ലാം ഇടും അല്ലേ? ഇച്ചിരി ഒന്ന് മണത്തൊക്കെ നോക്കിയിട്ട് മണക്കാനൊന്നും പോകണ്ട. നോ നീഡ് ടു സ്മെൽ. അതിനകത്തൊക്കെ ചെറിയ കൃമികളൊക്കെ കാണും കേട്ടോ. അതുകൊണ്ട് അത് മണക്കാൻ പോകണ്ട. അല്ലാതെ തന്നെ നമ്മൾ അതിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ള നല്ല സുഗന്ധം കിട്ടും, മണം കിട്ടും. അതെന്ത് ചെയ്യണം? വാട്ടറിങ് ദ പ്ലാന്റ്സ് ആൻഡ് plucking the grass. You can protect your garden, plants. Understood? Then such a way you can keep your home clean. Understood all of you? Yes. We have learned how to keep my home clean. We have seen some pictures also. Understood? Today onwards you try to do all these things. Then will show you one small activity. Are you ready to see? Look here. All of you look here. മലയാള അക്ഷരം റ എഴുതാൻ പഠിച്ചല്ലോ. ഇനിയും ആ റ ഉപയോഗിച്ച് എങ്ങനെയാണ് ഒരു കിളിയെ വരയ്ക്കുന്നതെന്ന് മിസ് കാണിച്ചു തരാം. എല്ലാവരും മിസ്സിൻ്റെ കൂടെ വരയ്ക്കാൻ ശ്രമിക്കണം കേട്ടോ.
ആദ്യം പെൻസിലെടുത്ത് പെൻസിൽ വരേശ്വരം കയ്യിലെടുത്തു. റെഡി? സ്റ്റാർട്ട്. ആദ്യം റാ വരയ്ക്കേ. നമ്മൾ റാ വരച്ച് കഴിഞ്ഞു. അതിൽ മുട്ടിച്ച് തന്നെ മറ്റൊരു റാ കൂടി വരയ്ക്കുക. ആദ്യത്തെ റായേക്കായാലും സ്വല്പം വലുതായിരിക്കണം. വരച്ചോ? ഇനിയും ആ റായുടെ അടിവശത്തായി നമുക്കൊരു കൊമ്പ് വരയ്ക്കാം. കിളിക്കിരിക്കാനുള്ള കൊമ്പ് വേണ്ടേ? ശിഖരം വരയ്ക്കാം കേട്ടോ. വരച്ചോ? നിങ്ങൾക്ക് പറ്റത്തില്ലെങ്കിൽ റാ ഷേപ്പിൽ തന്നെ ഒരു ചെറിയൊരു ചുള്ളിക്കമ്പങ്ങ് വരച്ചാൽ മതി. വരച്ചല്ലോ. ഇനിയും ചുണ്ട് വരയ്ക്കാം. നോക്കിക്കോണേ, ശ്രദ്ധിച്ച് നോക്കണേ. ചുണ്ട് വരച്ചു കണ്ടോ? ഇനിയും നമ്മൾ കണ്ണ് വരയ്ക്കും. കണ്ണ് വരയ്ക്കാം. നല്ലൊരു സർക്കിൾ കൊടുത്താൽ മതി. ചെറിയൊരു സർക്കിൾ കൊടുത്തോ? കൊടുത്തു. ഇനിയും നമ്മൾക്ക് എന്താ കിളിക്ക് വേണ്ടത്? കിളി ഇപ്പം മരക്കൊമ്പിൽ ഇരിക്കുക. ഇനിയും കിളിക്ക് വേണ്ടിയത് വാല് അല്ലേ? ടെയില് വരയ്ക്കണം. എങ്ങനെ ടെയില് വരയ്ക്കും? സ്ലാൻഡിങ് ലൈനായിട്ട് 3 വര കൊടുക്കുക കണ്ടോ. ഇനി ആ വരയുടെ തുമ്പറ്റം അഗ്രം യോജിപ്പിക്കണം. ഇപ്പോൾ എന്നതായി? എന്തോ തോന്നുന്നു? കിളിയുടെ വാല് മരക്കൊമ്പിനടിയിലൂടെ പോയേക്കുന്നു അല്ലേ? കണ്ടോ? ഇഷ്ടപ്പെട്ടോ? ഇനിയും എന്ത് കൊടുക്കണം? നിറം കൊടുക്കണം അല്ലേ? ഇനിയും കിളിക്ക് നിറം കൊടുക്കാം. റെഡി? കളർ പെൻസിൽ എടുത്തോ. കിളിയുടെ ബോഡിക്കും ചിറകിനും ബ്ലൂ കളർ കൊടുക്കാം. ചിറക്, വാല്, ബോഡി, കഴുത്ത് ഇത്രയും ഭാഗത്തിന് നമുക്ക് ബ്ലൂ കളർ കൊടുക്കാം. സെലക്ട് ചെയ്തോ കളറ്? റെഡി? സ്റ്റാർട്ട്. കിളിയുടെ തലഭാഗം ഏതാണ്ട് കളർ കൊടുത്ത് കഴിഞ്ഞു. കിളിയുടെ തലയ്ക്ക് നമ്മൾ കളർ അടിച്ച് കഴിഞ്ഞു. കഴിഞ്ഞോ? എല്ലാവരും ചെയ്ത് കഴിഞ്ഞോ? ഇനി നമുക്ക് ബോഡിക്ക് കളർ കൊടുക്കാം. ബോഡിക്കും ഇതേ കളർ തന്നെ കൊടുത്തോ, ബ്ലൂ കളറ്. ഇച്ചിരി സ്പീഡ് ചെയ്തോ കേട്ടോ. വെച്ച് കഴിഞ്ഞു അല്ലേ? ഇനിയും വാലിന് പറയുന്ന പേരെന്നാ? ടെയിൽ. വാലിന് പറയുന്ന പേര് ടെയിൽ. ടെയിലിന് കൊടുക്കേണ്ട കളർ എന്നാ? ഈ സെയിം കളർ തന്നെ നമുക്ക് ടെയിലിനും കൊടുക്കാം. റെഡി? ചെയ്തോ എല്ലാവരും? റെഡിയായോ? കേട്ടോ, മിസ് കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് കളർ, എവിടെയാ കളർ കൊടുക്കണ്ടേ? ചുണ്ടിന് പറയുന്ന പേരെന്നാ? ബീക്ക് അല്ലേ? ബീക്കിന് ഏത് കളർ കൊടുക്കണം? റെഡ് കളർ. ഡു യു സെലക്ട് റെഡ് കളർ? ചൂസ് ഇറ്റ്. then start. ചുണ്ടിന് കളർ അടിച്ചോ? ചുണ്ടും കളർ കഴിഞ്ഞു. ഇനിയും നമ്മൾ ബ്രാഞ്ചിന് കൊടുക്കും അല്ലേ? ശിഖരത്തിനാണ് ഇനിയും കളർ അടിക്കേണ്ടത്. ബ്രാഞ്ചിൻ്റെ കളർ എന്നാ? ബ്രൗൺ കളർ അല്ലേ? മരക്കൊമ്പിൻ്റെ അതേ കളർ സെലക്ട് ചെയ്ത്, ബ്രൗൺ കളർ സെലക്ട് ചെയ്ത്. ഡു യു സെലക്ട് ദ കളർ? then start.
പെട്ടെന്നായിക്കോട്ടെ. ഹായ്, വെരി ഗുഡ്. എല്ലാവരും ചെയ്ത് കഴിഞ്ഞു അല്ലേ? ഹൗ പ്രെറ്റി, ബ്യൂട്ടിഫുൾ. ദെൻ ഇനി നമുക്ക് കണ്ണിനാണ് കളർ കൊടുക്കേണ്ടത്. സി, ടേക്ക് ബ്ലാക്ക് കളർ. ബ്ലാക്ക് കളർ എടുത്ത് ഐസിന് കൊടുത്തേ. Will given one small rhyme. Are you ready to hear? Yes. Then after hearing the rhyme, we can wind up the class. Bye. Bits of paper, lying on the floor, makes the place untidy, pick them out, bits of paper, lying on the floor, makes the place untidy, pick them out, pick them out. Hi children, good morning. Hope all of you are so happy and ready to learn maths. Yes, you are ready to learn maths. In the last class we learned tall, short and tall, taller, tallest. Today we will learn long, short. Long means നീളമുള്ളത്. Short means നീളക്കുറവുള്ളത്. Did you see the train? ട്രെയിൻ കണ്ടിട്ടുണ്ടോ? ട്രെയിൻ എങ്ങനെയാണ്? നല്ല നീളമല്ലേ ട്രെയിന്? ബസ് കണ്ടിട്ടുണ്ടോ? Did you see the bus? ബസ് എങ്ങനെയാണ്? ട്രെയിൻ ഇത്ര നീളമുണ്ടോ? ഇല്ലല്ലേ, നീളക്കുറവല്ലേ? So the train is long, and the bus is short. The train is long and the bus is short. Miss will show one object. What is this? This is a scale. This is another scale. Which one is long and which one is short? നീളമുള്ളത് ഏതാണെന്നും നീളം കുറവുള്ളത് ഏതാണെന്നും നമുക്ക് കണ്ടുപിടിക്കാം. This scale is long. This scale is long. And this scale is short. This scale is short. Earlier we studied tall, taller, tallest. Like that, now we are going to study long, longer, longest. Long, longer, longest. I have 3 pencils with me. Which is long, which is longer, which is longest? ഇതിൽ നീളമുള്ളത് ഏതാണ്? അതിനേക്കാളും നീളമുള്ളത് ഏതാണ്? ഏറ്റവും നീളമുള്ളത് ഏതാണ്? നമുക്ക് കണ്ടുപിടിക്കാം. This is long. This pencil is long. This pencil is longer. This pencil is longest. Understood? Can you identify which is long, which is longer, which is longest? Understood? മനസ്സിലായോ? നീളമുള്ളത് ഏതാണ്? അതിനേക്കാൾ നീളമുള്ളത് ഏതാണ്? ഏറ്റവും നീളമുള്ളത് ഏതാണ്? I will repeat once again. This pencil is long, this pencil is longer, and this pencil is longest in these 3. Do you remember big? Big means valid. Next we will learn big, bigger, biggest. വലുത്, അതിനേക്കാളും വലുത്,
ഏറ്റവും വലുത്. Miss will show one object. Now we will compare big, bigger and biggest. Can you identify which is big, which is bigger and which is biggest? This balloon is big. This balloon is bigger. This balloon is biggest. Now I will repeat once again. This balloon is big. This balloon is bigger. And this balloon is biggest in these three. Take page number 48. Color the bigger one and color the longer one. Color the bigger one and color the longer one. Next we will learn up and down. Up, down, up, down. Up means മുകളിൽ. Down means താഴെ. Up, down. Miss will show one picture. All of you look here. See, two children are there. They are playing. The boy is in up and the girl is in down. The boy is in up. ആൺകുട്ടി എവിടെയാണ് ഇരിക്കുന്നത്? മുകളിലേക്കാണല്ലേ. The girl is in down. പെൺകുട്ടിയോ താഴെ. Did you understand up and down? Now we can practice some text works. Take page number 52. Who is up and who is down? Write U for up and D for down. There is one cat and a mouse. Who is up and who is down? The mouse is up. The cat is down. The mouse is up. The cat is down. Write U for this circle and D for this circle. U for this circle and D for this circle. Take page number 53. Write U for up and D for down in the box. There is a yacht and a parachute. Write U for up and D for down. Which is up? Parachute is up. Which is down? Yacht is down. Write U for this box and D for this box. There is a cat and a butterfly. Which is up and which is down? The butterfly is up and the cat is down. Write U for this box and D for this box. Then another picture is there. There is a porcupine and there is an owl. Which is up and which is down? The owl is up and the porcupine is down. Write U for this box and D for this box. Next one. There is a boy and there is a dog. Which is up and which is down? The boy is up and the dog is down. Write U for this box and D for this box. Do you remember the number names? Number names നമ്മൾ പഠിച്ചതായിട്ട് ഓർക്കുന്നുണ്ടോ? Then we can revise the number names up to 5. If you look here. O-N-E 1 T-W-O
2. T H R double E 3. F O U R 4. F I V E 5. ONE 1. TWO 2. THR double E 3. FOUR 4. FIVE 5. What all did we study today? We studied about long, short, and how to compare long, longer, longest, big, bigger, biggest, and up and down. I hope all of you will do the text work. Today it's time to wind up. We can see again next class. Bye children. Hi children. Good morning. Hope all of you are so happy and ready to learn maths. What all did we study in the last class? We studied long, longer, longest, big, bigger, biggest, and up and down. Today we will learn near and far. Near means അടുത്ത്. Far means അകലെ. Near means അടുത്ത്. Far means അകലെ. I will show you an example. All of you look here. Now we will identify about near. This is a book and this is a box. This is a book and this is a box. Is the book is near to the box? This book is near to the box. Understood? Children, now we will identify far. Now we are here with the same objects. This is a book and this is a box. The book is far from the box. The book is far from the box. Understood? Near and far എല്ലാവർക്കും മനസ്സിലായോ? Then I will show some more pictures. All of you look here. In these pictures, there is a butterfly and there is a flower. In this picture, butterfly is near to the flower. But in this picture, butterfly is far from the flower. Can you identify in which picture the butterfly is near and far from the flower? In this picture, the butterfly is near to the flower. And in this picture, butterfly is far from the flower. In these pictures, there is a rat and there is a hole. In this picture, rat is near the hole. But in this picture, rat is far from the hole. Can you identify in which picture the rat is near and far from the hole? In this picture, the rat is near the hole and in this picture, rat is far from the hole. In these pictures, there is a bird and there is a nest. In this picture, bird is near to the nest, but in this picture, bird is far from the nest. Can you identify in which picture the bird is near and far from the nest? In this picture, the bird is near the nest and in this picture, bird is far from the nest. All of you look here. Here there is a picture. What all things you can see in this picture? There is a tree and a cat under it and a
house near to it. Sun is in the sky. A girl was swinging and a bird was flying near to it. And also there is a boy. Understood? Page number 55. Observe the above picture carefully. Then circle correct answer for the following questions. ഈ ചിത്രത്തിൽ തന്നിരിക്കുന്നത് ഒബ്സർവ് ചെയ്യുക. എന്നിട്ട് താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അതിനുള്ള ഉത്തരങ്ങൾ നിങ്ങൾ കണ്ടുപിടിച്ച് അത് സർക്കിൾ ചെയ്യണം. മിസ് അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാണേ. ഹൂ ഈസ് അണ്ടർ ദി ട്രീ? ട്രീയുടെ മരത്തിൻ്റെ ചുവട്ടിൽ ആരായിരുന്നു ഉണ്ടായിരുന്നത്? ക്യാറ്റാണോ അതോ ഗേളാണോ? ഹൂ ഈസ് അണ്ടർ ദി ട്രീ? യെസ്, cat is under the tree. What is up in the sky? ആകാശത്തിൽ എന്താണ് ഉണ്ടായിരുന്നത്? Sun. Sun is in the sky. Then circle here. Next question. What is near the girl? പെൺകുട്ടിയുടെ അരികിൽ എന്താണ് ഉണ്ടായിരുന്നത്? Bird is near the girl. Then circle here. In the last year we learned number names up to 10. Today we will learn number names 6 to 10. If you listen here. Yes, I, X. 6. Yes, E, V, E, N. 7. E, I, G, H, T. 8. N, I, N, E. 9. T, E, N. 10. I will repeat once again. S, I, X. 6. S, E, V, E, N. 7. E, I, G, H, T. 8. N, I, N, E. 9. T, E, N. 10. Then take the page number 59. Copy the number names from 1 to 10. O, N, E. Write in this box. T, W, O, 2. Write in this box. T, H, R, W, E, 3. Write in this box. F, O, U, R, 4. Write in this box. F, I, V, E, 5. Write in this box. S, I, X, 6. Write in this box. S, E, V, E, N, 7. Write in this box. E, I, G, H, T, 8. Write in this box. N, I, N, E, 9. Write in this box. T, E, N, 10. Write in this box. Then take the another page, page number 60. Count and write the numbers and the number names. Understood? ഇവിടെ നമ്പരും നമ്പർ നെയിംസും എഴുതണം. പിക്ചർ തന്നിട്ടുണ്ട്. പിക്ചർ എത്ര എണ്ണമാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. What is this? This is a car. How many cars are there? 1. Then write 1 in this box and write the number name O-N-E 1. Number name write in this box. Next one. 2 brinjals are there.
2 brinjals are there. Then write number 2 in this box and write the number name TWO2. Write in this box. Then what is this? These are balls. How many balls are there? 1, 2, 3. 3 balls are there. Then write number 3 in this box and number name 3. THREE 3 in this box. How many books are there? 1, 2, 3, 4. 4 books are there. Then write number 4 in this box and number name FOUR 4 in this box. How many sharpeners are there? 1, 2, 3, 4, 5. Then write number 5 in this box and write the number name FIVE 5 in this box. How many stars are there? 1, 2, 3, 4, 5, 6. Then write number 6 in this box and write the number name SIX6 in this box. How many bugs are there? 1, 2, 3, 4, 5, 6, 7. Then write number 7 in this box and write the number name SEVEN 7 in this box. How many apples are there? 1, 2, 3, 4, 5, 6, 7, 8. Then write number 8 in this box and write the number name EIGHT 8 in this box. How many flowers are there? 1, 2, 3, 4, 5, 6, 7, 8, 9. Then write the number 9 in this box and write the number name NINE 9 in this box. How many chicks are there? 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Then write the number 10, 10 in this box and write the number name TEN 10 in this box. എല്ലാവരും പഠിച്ചു മടുത്തോ? എന്നാൽ നമുക്കിനി ഒരു റൈം പഠിച്ചാലോ? പൂച്ചക്കുട്ടീനെ ഇഷ്ടമല്ലേ? പൂച്ചക്കുട്ടിയുടെ ഒരു റൈം പഠിക്കാം. പൂ പൂ പൂച്ചക്കുട്ടി, കാ കാ കണ്ണും പൂട്ടി, പാ പാ പാല് കുടിച്ചു, ഠും ഠും മച്ചിക്കേറി, ടേ ടേ തല്ലു കൊടുത്തു, ഷേ ഷേ പേടിത്തൊണ്ടൻ. പാട്ട് ഇഷ്ടമായോ? അപ്പോൾ മിസ് തന്നിരിക്കുന്ന വർക്കുകളെല്ലാം എല്ലാവരും ചെയ്യണം. നമ്മൾ ഇന്ന് എന്തെല്ലാമാണ് പഠിച്ചത്? നിയർ മനസ്സിലാക്കി, ഫാർ മനസ്സിലാക്കി, പിന്നെ നമ്പർ നെയിംസും നമ്മൾ റിവൈസ് ചെയ്തു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ മിസ് വീണ്ടും വരാം. അതുവരെ ബൈ ചിൽഡ്രൻ.